റയൽ മാഡ്രിഡിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, കുറേയേറെ പ്രശ്നങ്ങൾ. കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നു, ഈ സീസൺ വലിയ മെച്ചമൊന്നുമില്ല, ആ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് റയൽ മാഡ്രിഡിന്റെ കളി കുറെ കാലമായിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. അതായത് റയൽ മാഡ്രിഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തകർപ്പൻ പെർഫോമൻസ് നടത്തിയതിനു ശേഷം റയൽ മാഡ്രിഡ് 2008 സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിച്ചത്. അദ്ദേഹം 2018 ടീം വിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ആദ്യത്തെ 2-3 സീസണുകൾ വളരെ മോശമായിരുന്നു. പിന്നീട് ടീം ആ ഒരു പഴയ ഫോമിലേക്ക് എത്തി ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടു. റൊണാൾഡോയുടെ ആ ഒരു ഗോൾ സ്കോറിംഗ് എബിലിറ്റി, 450 പരം ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. ആ ഒരു എബിലിറ്റി പിന്നീട് കരീം ബെൻസിമയിലൂടെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വിനീഷ്യസ് ജൂനിയറിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലായിരുന്നു നമ്മൾ റയൽ മാഡ്രിഡ് കിലിയൻ എംബാപ്പെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷം മാത്രം 59 ഗോളുകൾ റയലിന് വേണ്ടി താരം സ്കോർ ചെയ്തു. ഗോൾ സ്കോറിങ്ങിൽ റൊണാൾഡോയെ നിങ്ങൾ മിസ്സേ ചെയ്യുന്നില്ല. റയലിന് റൊണാൾഡോയുടെ അഭാവം അറിയുന്നേ ഇല്ല. പക്ഷേ അതറിയുന്ന ഒരു മേഖലയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റയലിൻ്റെ കളികൾ ഇതിനു മുമ്പത്തെ മാച്ചസ്, അതായത് 2008 മുമ്പ് റൊണാൾഡോ കളിച്ചിരുന്ന കാലഘട്ടത്തിലെ മാച്ചസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു സമയത്ത് റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് കുറേയേറെ ഹെഡർ ഗോളുകൾ വരുമായിരുന്നു, കുറേയേറെ സെറ്റ് ഗോളുകൾ വരുമായിരുന്നു, കുറേയേറെ ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളുകൾ ഉണ്ടായിരുന്നു. ഫ്രീ കിക്ക് ഗോളുകളുടെ കണക്ക് 2009 മുതൽ 2018 വരെയുള്ള റൊണാൾഡോ കളിച്ചിരുന്ന സമയത്തുള്ള ഫ്രീ കിക്ക് ഗോളുകളുടെ കണക്കെന്ന് പറയുന്നത് 55 ഗോളുകളാണ്. 55 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഫ്രീ കിക്കിൽ നിന്ന് റയൽ മാഡ്രിഡ്. അതിൽ 33 ഗോളുകൾ റൊണാൾഡോ സ്കോർ ചെയ്തിരുന്നു. ഡയറക്റ്റ് ബെയ്ൽ 4 സ്കോർ ചെയ്തിരുന്നു. പിന്നെ മെസ്യൂട്ട് ഓസിലും ജെയിംസ് റോഡ്രിഗസും 3 വീതം സ്കോർ ചെയ്തിരുന്നു. 12 വ്യത്യസ്ത ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 55 ഗോളുകൾ. റൊണാൾഡോയുടെ 33, അല്ലാത്ത മറ്റ് താരങ്ങൾ സ്കോർ ചെയ്തത് 22. റൊണാൾഡോ പോയതിനു ശേഷം എന്താണ് അവസ്ഥ എന്നറിയാമോ? വെറും 13 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് 8 സീസണുകളിൽ. 9 സീസണിൽ 55 ഗോൾ അടിച്ച ടീം പിന്നീടുള്ള 8 സീസണിൽ ഡയറക്റ്റ് ഫ്രീ കിക്കിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് വെറും 13 തവണ. ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന്. അതായത് ഹെഡർ ഗോളുകളുടെ അളവും കുറഞ്ഞു വരികയാണ്. ശരിയാണ്, ടീമിൽ ആ ഒരു പണ്ടത്തെ പോലത്തെ ഹെഡർ പ്ലേയേഴ്സ് ഒന്നുമില്ല. റാമോസ്, റൊണാൾഡോ, ഇതുപോലത്തെ കരീം ബെൻസിമ, ഇങ്ങനത്തെ ഹെഡർ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിൻ്റെ അളവ് കുറഞ്ഞു. ശരിയാണ്. അതുപോലെ തന്നെ സെറ്റ് പീസ് എടുക്കുന്ന പ്ലേയേഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. നല്ല സെറ്റ് പീസ് ടേക്കേഴ്സ് ഇല്ല. ഇപ്പോൾ നിലവിലെ ആ ഒരു സ്ക്വാഡ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് ആണ് ഏറ്റവും മികച്ച സെറ്റ് പീസ് ടേക്കർ, നോ ഡൗട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? പരിക്കുകളാണ്. പിന്നീട് വാൽവർദെ നല്ലൊരു സെറ്റ് പീസ് ടേക്കറാണ്. പക്ഷേ എല്ലാ മാച്ചിലും സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് എല്ലാ സീസണുകളിലും സെറ്റ് പീസിൽ നിന്ന് ഗോൾ അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. റോഡ്രിഗോ അദ്ദേഹത്തെ സംബന്ധിച്ചും സെയിം ആണ്. ഒരു സീസണിൽ എല്ലാ സീസണുകളിലും സെറ്റ് പീസ് ഗോൾ, ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളൊന്നും താരത്തിന് സ്കോർ ചെയ്യാൻ കഴിയാറില്ല. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം റൊണാൾഡോ പോലത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റത്തില്ല ഇനി, അങ്ങനെ ആരും ഇല്ല യൂറോപ്പിൽ. അപ്പോൾ 33 ഗോൾ, അദ്ദേഹത്തിന് 33 ഗോളുകൾ മാറ്റി വെച്ചാൽ പോലും ആ ഒരു കാലയളവിൽ 22 ഗോളുകൾ മറ്റു താരങ്ങൾ റയലിന് വേണ്ടി സ്കോർ ചെയ്തിരുന്നു. ഈ ഒരു കാലയളവിൽ സ്കോർ ചെയ്തിട്ടുള്ളത് വെറും 13 ഗോളുകളാണ്. റയല് ഒരു നല്ല സെറ്റ് പീസ് ടേക്കറിനെ മിസ് ചെയ്യുന്നു എന്നത് ഇതിൽ നിന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കോർണേഴ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഫ്രീ കിക്ക്, ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക്, ഇതിലെല്ലാം ആ ഒരു പഴയ ഷാർപ്നെസ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പഴയ റയൽ മാഡ്രിഡിന്റെ ഒരു കളിയും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം 2018 മുതൽ നടക്കുന്നതാണ്. റൊണാൾഡോ പോയതിനു ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ മിസ്സിംഗ് ആണ് ഈ ഒരു സംഭവം. റൊണാൾഡോ പോലത്തെ ഒരു പ്ലെയറിന് ഇനി സൈൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ നല്ലൊരു സെറ്റ് പീസ് ടേക്കറിനെ സൈൻ ചെയ്യണം. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മിഡ്ഫീൽഡർ കം സെറ്റ് പീസ് ടേക്കറിനെ സൈൻ ചെയ്യുക. നിങ്ങൾക്ക് മിഡ്ഫീൽഡിൽ പ്രശ്നമുണ്ട്, നല്ലൊരു സെറ്റ് പീസ് ടേക്കർ കൂടി ആയി കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷിയെ പോലെ ഈ 2 പ്രശ്നങ്ങൾ ഒരേപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഒരു വെടിക്ക് 2 പക്ഷി. അത് കണക്കിന് നല്ലൊരു സെറ്റ് പീസ് ടേക്കറും ആകും, മിഡ്ഫീൽഡും ആകും. യൂറോപ്പിൽ നല്ല മിഡ്ഫീൽഡേഴ്സ്, നല്ല സെറ്റ് പീസ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് അവൈലബിൾ ആണ്, നോ ഡൗട്ട്. പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെക്ലൻ റൈസ് റയലിനെതിരെ തന്നെ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ കിടിലൻ ഗോൾ അടിച്ചിട്ടാണ് നേരെ ആ ചാമ്പ്യൻസ് ലീഗിൽ കൊണ്ടുപോയിട്ടുള്ളത് ആഴ്സണലിനെ. അപ്പോൾ ഡെക്ലൻ റൈസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡറാണ്, നല്ല സെറ്റ് പീസ് ടേക്കറാണ്.
ഇപ്പൊ ലിവർപൂളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും കൊണ്ടുവരണം ഒരു 1.5 മുതൽ ഡൊമിനിക്കോ സബോസ്ലൈ. അദ്ദേഹം കിടിലൻ ഒരു മിഡ്ഫീൽഡറാണ്. ലിവർപൂളിന്റെ മോശം റിസൾട്ട് വന്നിട്ടുള്ള മാച്ചിലൊക്കെ താരം വേറെ ലെവൽ കളി കളിച്ചിട്ടുണ്ട്. അതിനൊപ്പം നല്ലൊരു സെറ്റ് പീസ് ടേക്കർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് പീസ് ടേക്കർ പ്ലസ് ഒരു മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ ഒപ്പീനിയനാണ്, റയല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ ഒരു പടിക്ക് 2 പക്ഷി എന്ന കണക്കിന് ആ ഒരു പ്രശ്നം തീർന്നു കിട്ടും. നല്ലൊരു സെറ്റ് പീസ് ടേക്കർ വേണം ടീമിനെ സംബന്ധിച്ച്. ടീമിൽ അഴിച്ചുപണികൾ വരുന്ന സമ്മറിൽ വലിയ രീതിയിൽ നടത്തും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം കൂടെ അവർ പരിഗണിക്കണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നമ്മൾ സമ്മറിൽ ഈ ടീമിൻ്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ ഈ അതായത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യും മിക്ക ടീമുകളുടെയും ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ, ആ സമ്മറിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പറ്റിയുള്ള ഒരു വീഡിയോ. അതായത് റയൽ മാഡ്രിഡിലും കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ, നല്ലൊരു സെറ്റ് പീസ് ടേക്കർ വേണമോ ഇല്ല ടീമിലുള്ളവരെല്ലാം നല്ലവരാണോ എന്ന രീതിയിൽ നിങ്ങൾ തന്നെ പറയുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ആണത് പറയുക, കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.